നമസ്കാരം, മല്ലു മെക്കാനിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ സ്പ്ലെൻഡർ BS6-ൻ്റെ ഫ്രണ്ട് അലായ് വീല് ആണ് നമ്മളിത് വാങ്ങിച്ചിട്ടുള്ളത്. ആ അലായ് വീലിൽ നല്ല പൊട്ടലുണ്ട്. ഇപ്പോൾ ഇതൊന്നും ചെയ്യത്തില്ല. ഇതുണ്ട്, നല്ല കീറിയിട്ടുണ്ട്, നല്ല പൊട്ടലുണ്ട്, അതേപോലെ തന്നെ ബെൻഡും ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ പുതിയത് വാങ്ങിച്ചായിരുന്നു. ഇതിൻ്റെ വില 4,270 രൂപയാണ് ഇതിൻ്റെ വില. അതിൻ്റെ കൂടെ ഒരു ആക്സിൽ വരുന്നുണ്ട്. ഇതാണ് പുതിയ ആക്സിലും ഉൾപ്പെടെയാണ് ഇത് വരുന്നത്. 4,270 വില. അതേപോലെ തന്നെ എൻ്റെ കുറ്റി, ഈ കാണുന്ന കാറ്റടിക്കുന്ന കുറ്റി നമുക്ക് സർവീസ് സെൻറ്ററിൽ കിട്ടാനില്ല. അങ്ങനെ നമ്മൾ അതിൻ്റെ കുറ്റി, ഇത് സ്കൂട്ടിയുടെ കുറ്റിയാണ്, സ്കൂട്ടറിൻ്റെ കുറ്റിയെ ഇതാവുള്ളൂ. ഇത് ഇളക്കി ഇടത്തില്ല. ഈ മറ്റേ പഴയ ഇതിൽ കിടക്കുന്ന അലായ് വീലിൻ്റെ കുറ്റി നമുക്ക് ഇതിൽ ഇളക്കി ഇടാൻ പറ്റാത്തതുകൊണ്ട്, നമ്മളിത് കിട്ടാനില്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ സ്കൂട്ടറിൻ്റെ കുറ്റിയാണ് ഇത് ഇട്ടിരിക്കുന്നത്. ട്യൂബ്ലെസ് ടയറാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇതിൽ ബെയറിങ് ഒന്നും വരുന്നില്ല. അപ്പോൾ രണ്ട് ബെയറിങ് വരും, അതിൻ്റെ അകത്തൊരു ബുഷും വരും. അപ്പോൾ ആ ബുഷും ബെയറിങ്ങും മാറ്റിയിടുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ബെയറിങ് 6301 രണ്ട് ബെയറിങ്ങും ഒരേ നമ്പർ തന്നെ. അപ്പോൾ ഇത് നമ്മൾ ഇളക്കുകയാണ്. അത് ഇളക്കാനുള്ള ടൂളെന്ന് പറഞ്ഞാൽ ഈ ബെയറിങ് ഇളക്കുന്ന ടൂളാണിത്. ഇത് നമ്മളിങ്ങനെ കയറ്റി ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് പിന്നെ അടിച്ച് ഇളക്കാം. ഒരു 15 സ്പാൻഡർ വെച്ച് പിടിച്ച് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിങ്ങനെ പിടിച്ച് അടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആ ബെയറിങ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ബുഷും വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വരുന്ന ബുഷ് ഇത് വരുന്നിട്ടുണ്ട്. ഇത് പുതിയതിൽ ഇതിൽ വരുന്നില്ല. അപ്പം ഇനി നമുക്ക് ബെയറിങ് ഞൂരി എടുക്കാം. ഇതിൻ്റെ അടിച്ചിരിക്കുന്ന അപ്പോൾ ഇപ്പുറത്തെ സൈഡ് ഒരു സീലും കൂടെ വരും. അപ്പോൾ ആ സീല് തന്നെ ഇതേപോലെ നമ്മൾ നേരത്തെ എടുത്തതൊക്കെ തന്നെ അങ്ങ് വെച്ചാൽ മതി. അടിച്ചിട്ട് അടിച്ചിളക്കാൻ പറ്റും. ഇപ്പം രണ്ടാമത്തെ ഇതും ഇളകി വന്നിട്ടുണ്ട് സീല്. ഇതിൻ്റെ മെത്തേഡെന്ന് പറഞ്ഞാൽ നമ്മൾ മുറുക്കി കൊടുക്കുമ്പം ഇതിൻ്റെ ആ ലോക്ക് ഇത് മുകളിൽ ബെയറിങ്ങിൻ്റെ മുകളിൽ കയറിയിരിക്കും. അപ്പോൾ ടൈറ്റ് എടുക്കുമ്പോൾ ഈ ബോൾട്ടിൻ്റെ അകത്തോട്ട് വരും. അതാണ് ഇതിൻ്റെ മെത്തേഡ്. അപ്പോൾ ഈസി ആയിട്ട് ബെയറിങ്ങിന് കംപ്ലൈൻറ്റ് ഇല്ലാതെ നമുക്ക് ഇളക്കി എടുക്കാൻ പറ്റും. ഇത് പുതിയ BS6 വണ്ടിയുടെ ഇതാണ്, പുതിയ ബെയറിങ്ങാണ്. ഇപ്പം ബെയറിങ്ങിന് വേറെ പ്രശ്നമൊന്നും ഇല്ല. അതുകൊണ്ട് ഇത് തന്നെ നമുക്ക് ഇടാൻ പറ്റും. ഇതിൻ്റെ അകത്ത് നല്ല ഗ്രീസ് വയ്ക്കണം, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ആ ബുഷ് ഇറങ്ങിയിരിക്കുന്ന സ്ഥലത്ത് തുരുമ്പെടുക്കും.
ഓക്കെ, ആ സൗണ്ടിൽ വ്യത്യാസം വന്ന്. അതേപോലെ നമ്മളെ ഒരു വാൽവ്, ഇത് കാറിൻ്റെ വാൽവാണ്. വാൽവ് കറക്റ്റ് സീറ്റിംഗ് ആണ്. ഇത് അടിക്കുമ്പോൾ കറക്റ്റ് ലെവലാണ്, വേറെ ഇതില്ല. അപ്പം ഇത് വെച്ച് അടിച്ചിറക്കുന്നതാണ് ഏറ്റവും എളുപ്പം. അപ്പം നല്ല സീറ്റിംഗ് ആയിട്ട് കയറിപ്പോവും. നല്ല സീറ്റിംഗ് ആയിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നമുക്ക് അതിൻ്റെ ആ റബ്ബർ ബുഷ് ഇട്ട് കൊടുക്കാം. കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ മതിയാവും. അത് ഫുള്ള് താഴ്ന്നു പോകുന്നുണ്ട്. ഇനി ആ സൈഡ് ബെയറിങ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു ബുഷും ഇടാറുണ്ട്, അതേപോലെ തന്നെ മുകളിൽ വന്ന ബെയറിങ്ങും അതും കൂടി ഇടുമ്പോൾ സെറ്റാവും. അപ്പോൾ ഈ ബുഷിൽ നല്ലപോലെ ഗ്രീസ് വേണം, അല്ലെങ്കിൽ ഈ ബുഷ് പെട്ടെന്ന് തുരുമ്പെടുക്കുന്ന ഒരു സാധനമാണ്. ഗ്രീസ് ഇല്ലാതെ വന്നാൽ പെട്ടെന്ന് തുരുമ്പെടുത്ത് അത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നല്ല വൃത്തിയായിട്ട് ഗ്രീസിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ ബുഷ് അങ്ങ് കറക്റ്റ് അതിൻ്റെ സെൻറ്ററിൽ നടക്കോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ ബുഷ് ലൂസ് ഉണ്ടാകുന്ന നോക്കുമ്പോൾ അറിയാൻ പറ്റും ബെയറിങ് ഫുള്ള് കയറിയില്ലേ എന്ന്. ഇപ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഇതിൻ്റെ അകത്തുനിന്ന് ഹോള് ലെവലാക്കി, സ്ക്രൂ ഡ്രൈവർ അല്ലെ ഇതേപോലെ സാധനം വെച്ച് ഹോളൊന്ന് ലെവലായി കൊടുക്കണം. അപ്പോൾ ലൂസൊന്നുമില്ല, ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇതിപ്പോൾ അലായിവിനെ വാങ്ങിക്കുമ്പോൾ നമുക്ക് മെയിനായിട്ടാണ് ഈ കുറ്റി ഇത് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് 2-3 സർവീസ് സെൻ്ററിൽ ചോദിച്ചായിരുന്നു, അപ്പോൾ അത് സാധനം ഇല്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ സ്കൂട്ടിയുടെ കുറ്റിയാണ് എടുത്തിട്ടേക്കുന്നത്. അപ്പോൾ ഈ കുറ്റി പുതിയ അലായ് വീലിൽ കൂടെ വരുന്നില്ല. അതേപോലെ തന്നെ ബെയറിങ്ങും അതിൻ്റെ ബുഷും ഒന്നും വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 4270 രൂപയാണ്. ഓക്കെ, താങ്ക് യു.